ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കേക്കാണ്. ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് വിപ്പിംഗ് ക്രീം അവൈലബിൾ അല്ല അല്ലേ? അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്രീം വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു ക്രീമിൻ്റെ ആവശ്യമില്ല, വീട്ടിലുള്ള ഒരു ചേരുവകൾ വെച്ചിട്ട് ചെയ്തെടുത്ത ക്രീം വെച്ച് ചെയ്ത ഒരു കേക്ക് റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. നല്ല അടിപൊളി ഒരു കേക്കാണ്. കേക്കും വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടി ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പം തന്നെ വീഡിയോ കാണാട്ടോ. പിന്നെ ഒരു കാര്യം കൂടിയിട്ട്, വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പ്ലീസ്, ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ താഴെ ഒരു കമൻറ്റ് കൂടിയിട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള 2 ബൗൾ എടുക്കുക. ഒട്ടും തന്നെ നനവൊന്നും കാണരുത്, നല്ല ഡ്രൈ ആയിരിക്കണം. നമ്മളിപ്പോൾ വിസ്ക് വെച്ചിട്ടല്ല യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പം സാധാരണ ഫോർക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ കേക്ക് റെഡിയാക്കാൻ പോകുന്നത്. ഞാനൊരു 3 മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഈ 3 മുട്ടയുടെ മഞ്ഞയിലേക്ക് നമുക്ക് ഒരു നുള്ളളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഞാനൊരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സൈഡിൽ മാറ്റി വയ്ക്കാം. അടുത്തത് നമ്മളൊരു 3 മുട്ടയുടെ മഞ്ഞയാണ് എടുത്തിട്ടുള്ളത്. 2 ഫോർക്ക് എടുത്തത് ഇതുപോലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ നമുക്ക് വിസ്ക് ബീറ്റ് ചെയ്യുന്ന പോലെ ബീറ്റ് ചെയ്യാം. ഇനി 2 ഇല്ലെങ്കിൽ 1 വെച്ചിട്ടും ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നനവ് കാണരുത്. നനവുണ്ടെങ്കിൽ ഒരിക്കലും മുട്ടയുടെ വെള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി നല്ല പതഞ്ഞ് വരത്തില്ല. അപ്പോൾ നനവില്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള വിസ്ക് ബൗള് അതൊക്കെ യൂസ് ചെയ്താൽ മാത്രമേ മുട്ടയുടെ വെള്ള നന്നായിട്ട് പതഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റിൽ നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യവേ തന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പൊടിച്ചത് ചേർക്കരുത്. പഞ്ചസാര ഡയറക്റ്റായിട്ട് ഇട്ടാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് നല്ലപോലെ ക്രീമി ആയിട്ട് വരത്തുള്ളൂ. ഇത് കുറച്ച് ടൈം എടുക്കുന്ന സംഭവമാണ്, കൈയൊക്കെ നോവും. പിന്നെ ഞാൻ ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്തോളൂ, വെറുതെ കൈ നോവിക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് 20 മിനിറ്റ് ആവാറായിട്ടുണ്ട്. ഇത്രയും സമയം എടുത്തിട്ടാണ് ഇത്ര നന്നായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നന്നായിട്ട് വരുന്ന വരെ നമ്മൾ ആ പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ മുട്ടയുടെ വെള്ളം ഇത്ര നന്നായിട്ട് വന്നാലേ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ലാതുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് രണ്ടും ചേർക്കേണ്ട വരും. അപ്പോൾ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയുടെ ആവശ്യമൊന്നുമില്ല. ഈ മുട്ടയുടെ വെള്ളം തന്നെ നമുക്ക് നല്ലൊരു റൈസിങ് ഏജൻ്റാണ്. ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ മഞ്ഞ, നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മഞ്ഞ ചേർത്ത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് ഓവർ മിക്സ് ചെയ്യരുത്, ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. അപ്പം മെല്ലെ ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. അടുത്തത് നമ്മൾ മറ്റൊരു ബൗളിലേക്ക് 1/4 കപ്പ് അളവിൽ ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പാം ഓയിലൊക്കെ യൂസ് ചെയ്യാമെന്ന് ചിലർ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇതിലേക്ക് നമുക്ക് കേക്ക് ബാറ്ററിൽ നിന്നും കുറച്ചെടുത്തിട്ട് ജസ്റ്റ് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇത് നേരെ കേക്ക് ബാറ്ററിൽ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യണം. ഈ ഓയിലുമായിട്ട് ഉള്ളത് എല്ലായിടത്തും എത്തണമല്ലോ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പ വെച്ച് കൊടുക്കാം. അരിപ്പയിലേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത്, ഞാനിപ്പോൾ ഇവിടെ മൈദയും യൂസ് ചെയ്യുന്നുണ്ട്, കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. ഏകദേശം 1/4 കപ്പാണ് നമുക്ക് വേണ്ടത്. 1/4 കപ്പിൽ പകുതി മൈദയാണ്, പകുതി കോൺഫ്ലോറാണ്. കോൺഫ്ലോർ നമുക്ക് എല്ലാ കടകളിലും അവൈലബിൾ ആണ്. മൈദ മാത്രം വെച്ചിട്ടും ചെയ്യാൻ പറ്റും, പക്ഷേ കോൺഫ്ലോർ ചേർക്കുമ്പോഴാണ് നല്ലപോലെ നല്ല ആ ഒരു ഹൈറ്റിൽ അങ്ങനെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ മൈദ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേക്ക് ആയതിന് ശേഷം ഒന്ന് താരും, പക്ഷേ സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് താരുമെന്ന് മാത്രമേ ഉള്ളൂ. മൈദ മാത്രം വെച്ച് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ കോൺഫ്ലോർ കൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ നമുക്ക് നിൽക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കോൺഫ്ലോർ ചേർക്കുമ്പോൾ. അപ്പോൾ എല്ലാ മാവും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇത്രയേ ഉള്ളൂ, കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 165 ഡിഗ്രിയിൽ ഒരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്തോളൂ. ഓവൻ ഇല്ലാതാണെങ്കിൽ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്യാതെ ഞാൻ കാണിച്ചു തരാം. കേക്ക് ബാറ്റർ ഒഴിച്ചത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലെവലായിട്ട് തന്നെ നമുക്ക് പൊങ്ങി വരും. അതുപോലെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടുകയും ചെയ്യും. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാം.
ഇതുപോലൊരു സോസ് പാൻ എടുക്കുക, അല്ലെങ്കിൽ ഇഡലി കുട്ടു ഉണ്ടല്ലോ, ഇഡലി കുട്ടത്തിനുള്ളിൽ ഉപ്പൊന്നും തന്നെ ചേർക്കണ്ട, അതിൻ്റെ മുകളിലൊരു സ്റ്റാൻഡ് കിട്ടുമല്ലോ, അതും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഇറക്കി വെച്ച് അടച്ച് വെച്ച് ബേക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള എന്തിൽ വേണമെങ്കിലും ബേക്ക് ചെയ്യാം കേട്ടോ. ഇതുപോലെ പാൻ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇനി അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 40-45 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായൊന്ന് നോക്കാം. ഞാൻ എന്തായാലും തുറന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചതിനേക്കായി നല്ലപോലെ പൊങ്ങി ഹൈറ്റിൽ വന്നിട്ടുണ്ട് കണ്ടോ. പ്രത്യേകിച്ച് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ നമ്മൾ ഈ ഒരു കേക്കിൽ ചേർത്തിട്ടേ ഇല്ല. പിന്നെ ഈ ഒരു കേക്ക് നമുക്ക് എല്ലാ കേക്ക് ബേസ് ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. എല്ലാ വൈറ്റ് ഫോറസ്റ്റിനായാലും ബ്ലാക്ക് ഫോറസ്റ്റിനാണെങ്കിൽ കുറച്ച് കൊക്കോ പൗഡറൊക്കെ ചേർക്കേണ്ടി വരും. എല്ലാ കേക്ക് ബേസിനും പറ്റുന്ന നല്ലൊരു കേക്കാണ് കേട്ടോ. ഈ ഒരു കേക്ക് നമുക്കൊരു 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഒരു 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ക്രീമിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ തന്നെ യൂസ് ചെയ്യണം. ഞാൻ പറയുന്ന സ്റ്റെപ്പൊക്കെ കറക്റ്റ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ക്രീം ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 4 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിന് ഒട്ടും തന്നെ മുട്ടയുടെ മണവോ ഒന്നും കാണത്തില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഇപ്പം 1 ടീസ്പൂൺ അളവിൽ നാരങ്ങയുടെ നീര് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര പൊടിച്ച് ചേർക്കേണ്ട, ഡയറക്റ്റായിട്ട് തന്നെ 1 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു അടുപ്പിലേക്ക് ഒരു ചെറിയ കലത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിത് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഡയറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ മുട്ട വെന്ത് പോകും, അറിയാലോ. അപ്പോൾ ആ ഒരു ചൂടൊക്കെ തട്ടി ഞാൻ കാണിച്ചു തരും, ഇതിൻ്റെ കറക്റ്റ് പരുവം കാണിച്ചു തരും. ഒന്ന് പതഞ്ഞ് ഒരു എന്താ പറയുക, നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്റ്റേജ് ആവുന്ന വരെ നമുക്കിത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ചൂടിൽ വെക്കണം. ഒരു 2-3 മിനിറ്റൊക്കെ മതിയാവുമെന്ന് തോന്നുന്നു. അപ്പോൾ 2-3 മിനിറ്റ് കഴിയുമ്പം ഇതൊന്ന് പതഞ്ഞ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് ഇതുപോലെ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്നും ഇത് ഇറക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുമ്പോഴാണ് ശരിക്കും നല്ല ആ ഒരു വിപ്പിംഗ് ക്രീം പോലെ നമുക്ക് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ മറക്കാണ്ട് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിതിറക്കാം. ഇനി നമുക്ക് ലോ സ്പീഡിൽ നിന്നും ഹൈ സ്പീഡിലേക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ആദ്യം നിങ്ങളിങ്ങനെ ബീറ്റ് ചെയ്യുമ്പം കുറച്ച് താമസം എടുക്കും മുട്ട പതഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ നിർത്തി കളയരുത്, കുറച്ച് ടൈം എടുക്കും. ഒരു 7 മിനിറ്റ് എന്തായാലും എടുക്കുന്നത് ഇതുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ആയി കിട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അല്പം വാനില എസൻസ് കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യുക. ഹൈ സ്പീഡിൽ ഒരു 6-7 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ചൂട് തട്ടിയതുകൊണ്ട് തന്നെ മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നമ്മുടെ സാധാരണ വിപ്പിംഗ് ക്രീമിൽ നിന്നും ഇതിന് വ്യത്യാസം എന്ന് വെച്ചാൽ നല്ലൊരു ഗ്ലോയിങ് എന്താ പറയുക, ഒരു ഗ്ലേസിങ് ഉണ്ട് ഈ ഒരു ക്രീമിന്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ച് മുട്ടയുടെ മണമൊന്നും ഒട്ടും തന്നെ ഇല്ല കേട്ടോ. അതിൻ്റെ ആ ഒരു കാര്യത്തിൽ ഗ്യാരണ്ടി തരികയാണ്. അതിനാണ് നമ്മൾ നാരങ്ങാനീരും ചേർത്തിട്ട് അതൊന്ന് ബോയിൽ ചെയ്തെടുത്തത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഓരോ കേക്ക് വെച്ചിട്ട് നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചു. തിളച്ച ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചു. അങ്ങനെ എടുത്തിട്ടുള്ള ഷുഗർ സിറപ്പ് വേണം ഇതിൽ ഒഴിക്കാൻ. അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒരു അല്പം അല്ല ഒഴിക്കേണ്ടത്, ഇതുപോലെ നല്ലപോലെ ഒഴിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കേക്കിന് കിട്ടത്തുള്ളൂ. അതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പം കേക്ക് ഹാർഡായിട്ടും പോകത്തില്ല. ഇനി നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഐസിങ് ചെയ്യുന്ന പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ എന്തായാലും ഞാനിത് ഫുള്ളൊന്ന് ഐസിങ് ചെയ്ത് എടുക്കട്ടെ.
അപ്പോൾ അത് നല്ല ഹൈറ്റിലുള്ള നല്ല കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം. എന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ വേണ്ടിയിട്ടുള്ള ഗ്ലേസ് ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഏകദേശമൊക്കെ ഒന്ന് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കേക്ക് ഗ്ലേസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര കുറച്ച് തോന വേണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അല്പം വാനില എസൻസ് ചേർത്തിട്ട് ഒരു 3/4 കപ്പ് അളവിൽ വെള്ളം കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ള അളവിൽ യെല്ലോ കളർ കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തിട്ട് നേരെ അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. ആ ഒരു പോർഷൻ എൻ്റെ നിന്ന് കട്ടായി പോയിട്ടോ. ഇത് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ആ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കിതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് കേക്ക് ഗ്ലേസ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ റോസിൻ്റെ പെറ്റൽ വരയ്ക്കുന്ന നോസിലില്ലേ, അത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഡിസൈൻ പോലെ കൊടുക്കുന്നുണ്ട്. ക്രോസിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് മുകളിൽ വരച്ച അതേ നോസിൽ വെച്ചിട്ട് ഏറ്റവും അടിയിലായിട്ട് ചെറിയൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ ബാൾസ്, അത് ഞാൻ ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബാൾസ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് റോസസ് കൂടി വരച്ചു കൊടുക്കാം. ഞാൻ ഈ സെയിം ക്രീമിൽ തന്നെ നമ്മുടെ കളർ ചേർത്തിട്ടുള്ളത് ജെൽ കളറാട്ടോ, സാധാരണ കളറല്ല, ജെൽ കളറാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ചെറിയ റോസസ് വരച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയുകയാണ്, താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ പ്ലീസ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എന്തായാലും വീട്ടിലൊന്ന് പരീക്ഷിച്ചിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും പറയണം. പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.